Hi, friends. I hope that all of you are fine and feeling good. Yes, we are going through the chapter that is the Unity of Mind, a speech delivered by Dr. APJ Abdul Kalam on the eve of 55th anniversary of our independence. Actually, I'm going to discuss the paragraph on the page number 84 of your textbook. He is addressing the Indian people and he is conveying his thoughts and dreams of India, a developed India. Just listen. I have returned from Gujarat where I visited the Sabarmati Ashram, which was established by Mahatma Gandhi for the purpose of our countrymen to carry on the search for the truth and develop fearlessness. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറയുവാണ്, ഐ ഹാവ് ജസ്റ്റ് റിട്ടേൺഡ് ഫ്രം ഗുജറാത്ത് വർ ഐ വിസിറ്റഡ് ദ സബർമതി ആശ്രം. ഞാൻ ഗുജറാത്തിൽ വിസിറ്റ് ചെയ്തപ്പോൾ ഐ വിസിറ്റഡ് ദ സബർമതി ആശ്രം. ഞാൻ സബർമതി ആശ്രമത്തിലും കൂടെ പോയിരുന്നു. എവിടെയാണ്, എന്താണ് ഈ സബർമതി ആശ്രം? വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിജി നമുക്ക് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അത് ഉണ്ടാക്കാനുണ്ടായിരുന്ന പേർപ്പസ് എന്തായിരുന്നു? കാരണം ദ പേർപ്പസ് ഓഫ് our countrymen to carry on the search for the truth and develop fearlessness. സത്യത്തിനെയും ഭയമില്ലാത്ത അവസ്ഥയെയും സെർച്ച് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സത്യത്തിനെയും ഫിയർലെസ്നെസ്സിനെയും എല്ലാം സെർച്ച് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് മഹാത്മാഗാന്ധിജി സബർമതി ആശ്രം എസ്റ്റാബ്ലിഷ് ചെയ്തത്. And you know, Sabarmati Ashram was also known as Gandhi Ashram, ഹരിജൻ ആശ്രം ഓർ സത്യാഗ്രഹ ആശ്രം. ഇങ്ങനെ 3 പേരുകളും കൂടെ അതിനുണ്ട്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ സബർബ് ഓഫ് അഹമ്മദാബാദ് ഇൻ ഗുജറാത്ത്. ഗുജറാത്തിൽ അഹമ്മദാബാദിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധി അദ്ദേഹത്തിൻ്റെ ദണ്ഡി മാർച്ച്, ദണ്ഡി ഉപ്പ് സത്യാഗ്രഹം, ദണ്ഡി യാത്രയൊക്കെ നടത്തിയത്, അത് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു സബർമതി ആശ്രമത്തിൽ നിന്നായിരുന്നു. And he had lived in this ashram for about 12 years. ഏതാണ്ട് 12 വർഷത്തോളം ഈ ആശ്രമത്തിൽ തന്നെയായിരുന്നു മഹാത്മാഗാന്ധിജി ഉണ്ടായിരുന്നത്. ആൻഡ് ഈ ആശ്രമത്തിൽ ഞാൻ വിസിറ്റ് ചെയ്തപ്പോൾ ഐ സാറ്റ് ഇൻ സൈലൻസ് ഫോർ എ വൈൽ ഇൻ ദ ആശ്രം ആൻഡ് റിമെമ്പേർഡ് ദ ലൈഫ് ഓഫ് ഗാന്ധിജി. അവിടെ കുറച്ചു നേരം സൈലൻ്റ് ആയിട്ടിരുന്നപ്പോൾ മഹാത്മാഗാന്ധിജിയുടെ ലൈഫിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ഡോമിനൻ്റ് തോട്ടാണ്. എന്താണ് വന്നത്? ഇഫ് വി ക്യാൻ റൈസ് അബവ് അവർ ഓൺ പേഴ്സണൽ ഹാർഡ്ഷിപ്സ് ആൻഡ് ഡിസൈഡ് ടു വർക്ക് ഫോർ എ ലാർജർ കോസ്, ദെൻ ദർ വിൽ ബി എ നേച്ചർ എലിവേഷൻ ഓഫ് അവർ മൈൻഡ്. എന്താ എൻ്റെ മനസ്സിലപ്പോൾ തോന്നിയത്? എ പി ജെ അബ്ദുൽ കലാം പറയുവാണ്, ഇഫ് വി ക്യാൻ റൈസ് അബവ് അവർ ഓൺ പേഴ്സണൽ ഹാർഡ്ഷിപ്സ് ആൻഡ് ഡിസൈഡ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വളരെയധികം പേഴ്സണലി പരിശ്രമിക്കുവാണെങ്കിൽ, നമ്മുടെ പരിശ്രമത്തിനെ റൈസ് ചെയ്യുവാണെങ്കിൽ, ഉയർത്തുവാണെങ്കിൽ, ആൻഡ് ഡിസൈഡ് നമ്മൾ തീരുമാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ, എന്ത് തീരുമാനിക്കുക? ടു വർക്ക് ഫോർ എ ലാർജർ കോസ്, എന്തെങ്കിലും ഒരു ഹെവി റീസണിന് വേണ്ടി, എന്തെങ്കിലും ഒരു വലിയ കാര്യത്തിന് വേണ്ടി നമ്മൾ വളരെ പ്രയത്നിക്കുമെന്നത് തീരുമാനമെടുത്താൽ ദർ വിൽ ബി എ നേച്ചുറൽ എലിവേഷൻ ഓഫ് അവർ മൈൻഡ്സ്. നമ്മുടെ മനസ്സ് നമ്മൾ പോലും അറിയാതെ വളരെ ഉന്നതമായ, വളരെ നേച്ചുറലായിട്ടുള്ള എലിവേഷൻ മീൻസ് ഉയർച്ച. നമ്മുടെ മനസ്സ് ഒരു പടി മുന്നിലേക്ക് എപ്പോഴും ഉയർന്നു നിൽക്കുന്നതാണ്. I felt confident that our minds could be elevated to the level of noble minds. എനിക്ക് എപ്പോഴും ഉറപ്പുണ്ട്. എന്താ ഉറപ്പുള്ളത്? നമ്മുടെ മനസ്സ് ലെവൽ ഓഫ് നോബൽ മൈൻഡ്സ്, വളരെ ഉന്നതമായ ആളുടെ മനസ്സിൻ്റെ അത്ര തന്നെ ഉയർന്നു നിൽക്കുന്നതാണ്. എപ്പോൾ? ഇഫ് വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് ആൻഡ് പ്രാക്ടീസ് ടോളറൻസ്. ഇഫ് വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, നമ്മൾ മറ്റുള്ള ആളുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുവാണെങ്കിൽ, അണ്ടർസ്റ്റാൻഡ് അതേഴ്സ്
ആൻഡ് പ്രാക്ടീസ് ടോളറൻസ്. ടോളറൻസ് മീൻസ് സഹിഷ്ണുത, സഹിക്കാനുള്ള ശക്തി. നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റാത്ത ഒപ്പീനിയൻസോ കാര്യങ്ങളോ ഒക്കെ മറ്റുള്ളവർ പറയുമ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സിനെയാണ്, അതിൻ്റെ ആ ഒരു വില്ലിങ്നെസ്സിനെയാണ് ടോളറൻസ് എന്ന് പറയുക. ഈ ഒരു ടോളറൻസ്, സഹനശക്തി, സഹിഷ്ണുത നമ്മൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് മറ്റുള്ളവരെ നന്നായിട്ട് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സ് നമ്മൾ പോലും അറിയാതെ നോബൽ മൈൻഡ്സിനൊപ്പം ഉയർച്ചയിലേക്ക് എത്തുന്നതാണ്. ഐ റിയലൈസ്ഡ് ദാറ്റ് ഗുജറാത്ത് ഹാസ് ഗിവൺ അസ് ദ നോബൽ ലീഡർ മഹാത്മാഗാന്ധി. ഗുജറാത്താണ് നമുക്ക് വളരെ ഉന്നതനായ നമ്മുടെ നേതാവ് മഹാത്മാഗാന്ധിജിയെ നമുക്ക് തന്നിട്ടുള്ളത്. ആൻഡ് പിന്നെ ഗുജറാത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്തത് ആരൊക്കെയാണ്? യൂണിഫയർ ഓഫ് ദി നേഷൻ സർദാർ വല്ലഭായ് പട്ടേൽ. നമ്മുടെ രാജ്യത്തിൻ്റെ യൂണിഫയർ, നമ്മുടെ രാജ്യത്തിനെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ. ഹി വാസ് ബോൺ ഇൻ ദ ഇയർ 1875 and died in the year 1950. He is known as Sardar Patel, and he was the first deputy prime minister of India. He played a major role in the country's struggle for freedom and after independence. He was also home minister in Nehru cabinet. നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ആ ക്യാബിനറ്റിലെ ഹോം മിനിസ്റ്റർ ആയിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ആൻഡ് ഗുജറാത്ത് നമുക്ക് തന്ന ഗ്രേറ്റസ്റ്റ് ലീഡേഴ്സാണ് മഹാത്മാഗാന്ധിജി, സർദാർ വല്ലഭായ് പട്ടേൽ, പിന്നെ ദ ഗ്രേറ്റ് വിഷണറി ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. ദ ഗ്രേറ്റ് വിഷണറി ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസിലും ടെക്നോളജിയിലുമൊക്കെ വളരെ ഉന്നതമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്ന വിക്രം സാരാഭായ് ആൻഡ് മെനി മോർ. ഇതുപോലെയുള്ള കുറേ ആളുകൾ. ദാറ്റ് ദ ടൈം ഹാസ് കം ഫോർ എവ്രി വൺ ഓഫ് അസ്. ഇപ്പം നമുക്കുള്ള സമയമാണ് എന്തിന്? ടു പുട്ട് ദ തോട്ട്സ് ഓഫ് സച്ച് ഗ്രേറ്റ് പീപ്പിൾ ഇൻ ടു ആക്ഷൻ. ഇങ്ങനെയുള്ള ഉന്നതരായ മനുഷ്യരുടെ, ഗ്രേറ്റായ ആളുകളുടെ ചിന്തകളെ ഇൻ ടു ആക്ഷൻ, പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ള സമയമാണ്. എന്തിനാണ് നമ്മൾ അങ്ങനെ പ്രവർത്തിക്കുന്നത്? ഫോർ അവർ നേഷൻസ് വെൽഫെയർ, നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അദ്ദേഹം വീണ്ടും പറയുവാണ്, നോൺ വയലൻസ്, ടോളറൻസ്, ആക്സെപ്റ്റൻസ് ഓഫ് ഓൾ റിലീജിയൻസ് ആൻഡ് ഡിഫറെൻറ്റ് വേസ് ഓഫ് ലൈഫ്, search for truth and fearlessness are the values that Mahatma Gandhiji taught us, and they are the cornerstones of our civilization and heritage, and hence of Indian polity. Non-violence, ahimsa, tolerance, sahishnudha shakti, acceptance of all the religions and different ways of life. വളരെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സ്റ്റൈൽസ്, വളരെ വ്യത്യസ്തങ്ങളായ മതങ്ങളെ, റിലീജിയൻസിനെയൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള, ഉൾക്കൊള്ളാനുള്ള കഴിവ്, ട്രൂത്ത് ആൻഡ് ഫിയർലെസ്നെസ്, ഇതെല്ലാം മഹാത്മാഗാന്ധിജി നമ്മളെ പഠിപ്പിച്ച വാല്യൂസ് ആയിരുന്നു. ഈ വാല്യൂസ് തന്നെയാണ് ഇന്ത്യയുടെ ഹെറിറ്റേജ്, പാരമ്പര്യത്തിൻ്റെയും നമ്മുടെ സിവിലൈസേഷൻ്റെയും ഇന്ത്യൻ പോളിറ്റി മീൻസ് ദ ഫോം ഓഫ് ഇന്ത്യൻ ഗവൺമെൻറ്, ഇതിൻ്റെയൊക്കെ കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കല്ല് എന്ന് പറയുന്നത്, അടിസ്ഥാന ശില എന്ന് പറയുന്നത് ഈ പറഞ്ഞ വാല്യൂസൊക്കെയാണ്. എനി ആക്ട് ബൈ എനി വൺ എനിവേർ ഇൻ ഇന്ത്യ ദാറ്റ് റൺസ് കൗണ്ടർ ടു ദീസ് എറ്റേണൽ വാല്യൂസ്. ഈ പറഞ്ഞ ഇത്രയും വലിയ വാല്യൂസിൻ്റെ ഐഡിയാസിനെതിരായിട്ട്, കൗണ്ടറായിട്ട് ആരെങ്കിലും ഒരാൾ എവിടെ നിന്നെങ്കിലും, ഇന്ത്യയിൽ എവിടെ നിന്നെങ്കിലും, എനി വൺ, എനി ആക്ട്, ഇതിനെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ ദാറ്റ് വുഡ് പോസ് എ ത്രെറ്റ് ടു ദ ഫാബ്രിക് ഓഫ് ഫ്രീ ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയുടെ ഫാബ്രിക്, ഘടനയ്ക്ക് തന്നെ ഭീഷണിയായിരിക്കും അത്. ആരെങ്കിലും ഇന്ത്യയിൽ ഏതെങ്കിലും ഒരാൾ എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും തരത്തിൽ ഈ വാല്യൂസിനെതിരായിട്ട് പ്രവർത്തിച്ചാൽ അത് സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഘടനയെ തന്നെ ഭീഷണിയായിട്ട് ബാധിക്കും. വി ഷുഡ് ഓൾ വർക്ക് ടുഗെദർ ടു അച്ചീവ് ദ മിഷൻ ഓഫ് ദ യൂണിറ്റി ഓഫ് മൈൻഡ്സ്. എല്ലാവരുടെയും മനസ്സ് യൂണിറ്റിയിൽ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് നമുക്ക്
വി ഷുഡ് ഓൾ വർക്ക് ടുഗെദർ, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യണം. ടു അച്ചീവ്, നേടിയെടുക്കാൻ വേണ്ടി. എന്ത് നേടിയെടുക്കാൻ? ദ മിഷൻ ഓഫ് ദ യൂണിറ്റി ഓഫ് മൈൻഡ്സ്. എല്ലാവരും വളരെ യൂണിറ്റിയോടുകൂടി പ്രവർത്തിക്കണം എന്നുള്ള മിഷൻ, യൂണിറ്റി ഓഫ് മൈൻഡ്സ് ഉണ്ടാകണം എന്ന വിഷൻ, ആ വിഷൻ നേടിയെടുക്കാൻ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടതുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു മിഷൻ നമ്മൾ നേടുന്നത്? ടു പ്രിസർവ് ദ ഇൻവാല്യുബിൾ ഫ്രീഡം ദാറ്റ് അവർ നോബൽ ലീഡേഴ്സ് ഏൺഡ് ഫോർ അസ്. നമുക്ക് വേണ്ടി നോബൽ ലീഡേഴ്സ് നേടിത്തന്ന നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നിലനിർത്താൻ. ആൻഡ് ടു റീച്ച് ഗ്രേറ്റർ ഹൈറ്റ്സ് ഇൻ ദ ഫ്യൂച്ചർ. നിലനിർത്തുക മാത്രമല്ല, ഫ്യൂച്ചറിൽ ഇതിനേക്കാളും ഉന്നതമായ ഗ്രേറ്റർ ഹൈറ്റ്സിലേക്ക്, ഉന്നതമായ നിലയിലേക്ക്, ഉന്നതമായ ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി യൂണിറ്റി ഓഫ് മൈൻഡ്സ് എന്നുള്ള മിഷൻ, എന്നുള്ള ഗ്രേറ്റസ്റ്റ് മിഷൻ നേടിയെടുക്കാൻ നമ്മൾ ഒരുമിച്ച് പ്രയത്നിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുവാണ്. അപ്പം നമ്മൾ ഈ പാരഗ്രാഫിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഐ എം റിപ്പീറ്റിംഗ്, ലിസൺ കെയർഫുള്ളി. Dr. APJ Abdul Kalam mentions his visit to the state of Gujarat, which had witnessed an outbreak of communal riots. He reminds us of the values of tolerance and truth. These values can elevate our minds. Gujarat has contributed great leaders such as Mahatma Gandhi, Vallabhbhai Patel, and Vikram Sarabhai to the nation. Non-violence, tolerance, acceptance of all religions, different ways of life, truth and fearlessness, all these are the values Gandhiji has taught us, and these values are essential for unity of minds and for preserving the invaluable freedom. Right. And listen to the last paragraph. When I interact with children and youth, they ask me who are our role models. നമുക്കറിയാം APJ അബ്ദുൽ കലാം എപ്പോഴും കുട്ടികളോട്, യൂത്തിനോട് ഇൻട്രാക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അങ്ങനെ ഒരു ഇൻട്രാക്ഷനിൽ ഞാൻ എപ്പോൾ ഇൻട്രാക്ട് ചെയ്യുമ്പോഴും എൻ്റെ അടുത്ത് സ്റ്റുഡൻസ് ചോദിക്കുന്ന, ചിൽഡ്രൻ ആൻഡ് യൂത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഹു ആർ അവർ റോൾ മോഡൽസ്? ആരാണ് നമ്മുടെയൊക്കെ റോൾ മോഡൽ എന്ന് ചോദിക്കും. ബൈ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറയും. റോൾ മോഡൽ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് റോൾ മോഡൽസ് ഉണ്ടായിരിക്കണം, റൈറ്റ്? For example, parents and teachers have to show them how to live as enlightened citizens. പാരൻസും ടീച്ചേഴ്സും ഒക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് എൻലൈറ്റൻഡ് സിറ്റിസൺസ്, ചുറ്റിലും പ്രകാശം പരത്തുന്ന പൗരന്മാരായിട്ട് മാറുക, വ്യക്തികളായിട്ട് മാറുക എന്നുള്ളത്. അങ്ങനെയുള്ള പ്രകാശം പരത്തുന്ന വ്യക്തികളായി മാറാൻ എങ്ങനെ ജീവിക്കണം എന്ന് പാരൻസും ടീച്ചേഴ്സുമാണ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. അദ്ദേഹം പ്രസംഗിക്കുവാണ്, ചിൽഡ്രൻ ലുക്ക് ഫോർ റോൾ മോഡൽസ് ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്സ് അറ്റ് ദ നാഷണൽ ലെവൽ. എപ്പോഴും കുട്ടികൾ റോൾ മോഡൽസ് ചോദിക്കുമ്പോൾ നാഷണൽ ലെവലിലുള്ള ഏതെങ്കിലും ഒരു ആക്ടറെയോ ഏതെങ്കിലും ഒരു പ്ലെയറിനെയോ സ്പോർട്സ്മാനെയോ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. ഐ ഹാവ് ഡിസ്ക്രൈബ്ഡ് ദ റോൾ മോഡൽസ് ഫ്രം ഗുജറാത്ത്. ഞാൻ എപ്പോഴും ഗുജറാത്തിൽ നിന്നുള്ള ഇത്തരം മഹാന്മാരായ റോൾ മോഡൽസിനെയാണ് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഈച്ച് സ്റ്റേറ്റ് കോൺട്രിബ്യൂട്ടഡ് മെനി സച്ച് എക്സാമ്പിൾസ് ഇൻ ദ പാസ്റ്റ്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഓരോ സംസ്ഥാനവും ഇതുപോലെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ, ഇതുപോലെയുള്ള ഒരുപാട് വലിയ വലിയ വ്യക്തിത്വങ്ങളെ ഇന്ത്യക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, സംഭാവന ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ടൈം വി ക്രിയേറ്റഡ് മോർ റോൾ മോഡൽസ്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കൂടുതൽ റോൾ മോഡൽസിനെ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ റോൾ മോഡൽസായി മാറണം. I suggest that members of our parliament and legislatures shape the future of our children by becoming good role models. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ പാർലമെൻറ്റ് മെമ്പേഴ്സ്, നമ്മുടെ മന്ത്രിസഭയിലുള്ള ആളുകൾ, ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ നേതാക്കന്മാരൊക്കെ തന്നെ ഫ്യൂച്ചറിൽ നമ്മുടെ കുട്ടികൾക്ക് റോൾ മോഡൽസ് ആയിട്ട് വരണം. അതുപോലെ അവർ പ്രവർത്തിക്കണം. ദേ ഹാവ് എ ക്രൂഷ്യൽ റോൾ. അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയ റോളുണ്ട്. എന്തിൽ? ഇൻ റിയലൈസിങ് ദ വിഷൻ ഓഫ് ഡെവലപ്ഡ് ഇന്ത്യ. നമ്മൾ നേരത്തെ പറഞ്ഞ വികസന രാജ്യം, വികസിത രാജ്യം എന്ന ഡെവലപ്ഡ് ഇന്ത്യ എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചേരാൻ
അതിനെ റിയലൈസ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റോളുണ്ട് ഞാൻ ഈ പറഞ്ഞ പാർലമെൻ്ററി മെമ്പേഴ്സിനും ലെജിസ്ലേച്ചർ മെമ്പേഴ്സിനുമൊക്കെ. Our children should see the members of parliament debating the vision of developed India. നമ്മുടെ കുട്ടികൾ എപ്പോഴും കാണേണ്ടത് എന്തായിരിക്കണം? പാർലമെൻറ്റിലുള്ള ആളുകൾ, പാർലമെൻറ്റ് മെമ്പേഴ്സൊക്കെ ഡെവലപ്ഡ് ഇന്ത്യ എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിബേറ്റ് നടത്തുന്നവരായിരിക്കണം. പ്രൊവൈഡിങ് ആക്ഷൻ പ്ലാൻസ് ആൻഡ് പുട്ടിംഗ് ഫോർത്ത് ഗ്രേറ്റ് തോട്ട്സ്. അതിനുവേണ്ടി വലിയ വലിയ തോട്ട്സ്, ഗ്രേറ്റ് തോട്ട്സിനെയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ആക്ഷൻസിൽ കൊണ്ടുവരണം. അതിനുള്ള ആക്ഷൻ പ്ലാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം ഇന്ത്യൻ പാർലമെൻറ്റിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ലുക്കിംഗ് അറ്റ് ദ നാഷണൽ ലീഡേഴ്സ്, ദ ചിൽഡ്രൻ വിൽ ഫൈൻഡ് ദെയർ റോൾ മോഡൽസ് ഫോർ ദെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്. ഇങ്ങനെയുള്ള നാഷണൽ ലീഡേഴ്സിനെ നോക്കിയിട്ടായിരിക്കണം കുട്ടികൾക്ക് കണ്ടെത്താൻ കഴിയേണ്ടത് അവരുടെ റോൾ മോഡൽസിനെയും അവരുടെ ഡെവലപ്മെൻറ്റിനെയും ഗ്രോത്തിനെയും ഒക്കെ മോഡൽസ് ആക്കിയിട്ട് അവരുടെ റോൾ മോഡൽസായി ഈ ഇന്ത്യൻ പാർലമെൻറ്റിലുള്ള മെമ്പേഴ്സിന് സാധിക്കണം. ഐ ആം ഷുവർ our leadership and our people can achieve the second vision of a developed India. അങ്ങനെ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ പ്രസംഗം, ഇന്ത്യയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം അദ്ദേഹം കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരാണ്. ഐ ആം ഷുവർ, എനിക്ക് ഉറപ്പുണ്ട്, അവർ ലീഡർഷിപ്പ് ആൻഡ് അവർ പീപ്പിൾ, നമ്മുടെ ഈ നേതാക്കന്മാരായ ആളുകൾക്ക്, അതുപോലെ നമ്മുടെ ലീഡർഷിപ്പിന് ക്യാൻ അച്ചീവ്, നേടിയെടുക്കാൻ കഴിയും എന്ത്? ദ സെക്കൻഡ് വിഷൻ ഓഫ് എ ഡെവലപ്ഡ് ഇന്ത്യ. നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യയെ ഒരു ഡെവലപ്ഡ് കൺട്രി ആക്കുക എന്നുള്ള നമ്മുടെ ഈ സെക്കൻഡ് വിഷൻ അച്ചീവ് ചെയ്യാൻ നമ്മുടെ ലീഡർഷിപ്പിന്, നമ്മുടെ യൂത്തിന്, നമ്മുടെ നേഷന് കഴിയുമെന്ന് ഐ എം ഷുവർ. ലെറ്റ് us take a vow. നമുക്കെല്ലാവർക്കും കൂടെ ഒരു പ്രോമിസ്, ഒരു പ്രതിജ്ഞ ചെയ്യാം. ഓൺ ദിസ് ഇൻഡിപെൻഡൻസ് ഡേ, ഇന്നത്തെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്കെല്ലാവർക്കും എ vow, ഒരു പ്രതിജ്ഞ നമുക്ക് ചെയ്യാം, ഓത്തെടുക്കാം. എന്താണത്? ദാറ്റ് ദ നേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് കമ്പയർഡ് ടു എനി ഇൻഡിവിജ്വൽ, പാർട്ടി ഓർ ഓർഗനൈസേഷൻ. ദ നേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ രാജ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ? ടു എനി ഇൻഡിവിജ്വൽ, എനി പാർട്ടി ഓർ എനി ഓർഗനൈസേഷൻ. ഏതെങ്കിലും സംഘടനയെയോ ഏതെങ്കിലും പാർട്ടിയെയോ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ, ഏതെങ്കിലും ഒരു വ്യക്തിയെയോ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഏതോ പാർട്ടിയെക്കാളും ഓർഗനൈസേഷൻസിനേക്കാളും വ്യക്തികളെക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഇന്ത്യ എന്ന നമ്മുടെ മഹാഭാരതം, നമ്മുടെ രാജ്യമാണെന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. ഐ പ്രേ ടു ദ ഓൾമൈറ്റി, ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുവാണ്. ഫോർ ദ യൂണിറ്റി ഓഫ് മൈൻഡ്സ്, നമുക്കെല്ലാവർക്കും മാനസികമായ ഐക്യമുണ്ടാവാൻ. ആൻഡ് അവർ സക്സസ് ഇൻ എവ്രി ആസ്പെക്റ്റ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് വിജയമുണ്ടാവാനും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്. ഇതോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രസംഗം അദ്ദേഹം അവസാനിപ്പിക്കുവാണ്. അപ്പോൾ എന്താ ലാസ്റ്റ് പാരഗ്രാഫിൽ അദ്ദേഹം നമ്മളോട് ഉണർത്തുന്നത്? Dr. Kalam speaks of role models who are constantly being sought after by the children and the youth. Parents, teachers, parliamentarians, and people from every walk of life can become good role models. Dr. Kalam ends his address to the nation by reminding people to take a vow on the Independence Day that the nation is far more important than any individual, party or organization. Dr. Kalam's address is well organized and it has remarkable clarity of thought. നമുക്കറിയാം ഈ ഒരു പ്രസംഗത്തിൽ വളരെയധികം ക്ലിയർ ആയിട്ടുള്ള തോട്ടാണ് നമ്മുടെ മുന്നിലേക്ക് അദ്ദേഹം പ്രൊവൈഡ് ചെയ്തത്. He stands for tradition and modernity. മോഡേണിറ്റിക്കും ട്രഡീഷനും വേണ്ടി, പാരമ്പര്യമായ വാല്യൂസും എന്നാൽ ഇപ്പോഴുള്ള മോഡേണിറ്റിയെയും അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. He had visions of a future India built on the ideals of truth, tolerance and non-violence as envisaged by Mahatma Gandhiji. മഹാത്മാ ഗാന്ധിജി പ്രൊവൈഡ് ചെയ്ത അതേ വഴിയിലൂടെ ട്രൂത്ത്, ഇൻടോളറൻസ്, നോൺ വയലൻസ് ഒക്കെയാണ് അദ്ദേഹം പരിപോഷിപ്പിക്കുന്നത്. India of today is the contribution of people from all walks of life. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകളുടെ കോൺട്രിബ്യൂഷൻ ഇന്ത്യക്ക് ആവശ്യമുണ്ട്. ഡോക്ടർ കലാം ഓഫേഴ്സ് വെരി ക്ലിയർ സൊല്യൂഷൻ ഫോർ ദ സം ചാലഞ്ചസ്
the country has faced over decades. In a country of diverse faiths and way of life, unity of minds is essential for realizing all our dreams, Dr. Kalam reminds us. ഡോക്ടർ കലാം എന്താണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്? ഇൻ എ കൺട്രി ഓഫ് ഡൈവേഴ്സ് ഫെയ്ത്ത്സ് ആൻഡ് വേയ്സ് ഓഫ് ലൈഫ്, ഒരുപാട് തരത്തിലുള്ള ജീവിതങ്ങളുള്ള, ഒരുപാട് വിശ്വാസങ്ങൾ, വ്യത്യസ്തങ്ങളായ ഡൈവേഴ്സ് ഫെയ്ത്ത്, ഒരുപാട് വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൽ യൂണിറ്റി ഓഫ് മൈൻഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തിന്? ഫോർ റിയലൈസിങ് ഓൾ അവർ ഡ്രീംസ്, നമ്മളുടെ എല്ലാ സ്വപ്നങ്ങളെയും റിയലൈസ് ചെയ്യാൻ, നമ്മളുടെ ഡ്രീംസിനെയൊക്കെ നമ്മൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷനിൽ കൊണ്ടെത്തിക്കാൻ, അവിടെ റീച്ച് ചെയ്യാൻ വേണ്ടി ഇന്ത്യയെപ്പോലെയുള്ള വ്യത്യസ്തങ്ങളായ സംസ്കാരവും വ്യത്യസ്തങ്ങളായ ഭാഷയും വ്യത്യസ്തങ്ങളായ വിശ്വാസ രീതികളും വ്യത്യസ്തങ്ങളായ ജീവിത രീതികളും വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളും കൊണ്ട് നടക്കുന്ന ഇന്ത്യയെപ്പോലെയുള്ള ഒരു രാഷ്ട്രത്തിൽ യൂണിറ്റി ഓഫ് മൈൻഡ്സ് ഏറ്റവും അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ അസ് എന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ പ്രസംഗം അദ്ദേഹം അവിടെ അവസാനിപ്പിക്കുവാണ് ചെയ്തിട്ടുള്ളത്. Okay, this speech is adapted from then the President of India, Dr. APJ Abdul Kalam's address to the nation on the eve of Independence Day 2002. This is all about this chapter. And I think that all of you got all the points very clearly. And if you have any doubts regarding anything in this chapter, don't hesitate to ask me. Okay, so study well. Listen well, stay healthy, be happy. Thank you so much.